ഈ കോഴിക്കോട് നമ്മളെല്ലാം വേദനിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മാൻഹോൾ എന്ന് പറയുന്ന ഈ എല്ലാ ചണ്ടികളും ഒഴുകിപ്പോകുന്ന ഒരു വലിയ ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുരങ്കം പോലെയുള്ള സാധനം. അതിൻ്റെ അകത്ത് ഒരാൾ അകപ്പെട്ടപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, പേരറിയോ? നൗഷാദ് മരിച്ചു. നൗഷാദ് മരിച്ചപ്പോൾ ഞാനും നിങ്ങളും എല്ലാം വേദനിച്ചു. അയ്യോ, ആ ചെറുപ്പക്കാരൻ മതോ എന്താന്ന് നോക്കാണ്ട് ചാടി പുറപ്പെട്ടപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി സ്വന്തം ജീവിതം തന്നെ നമ്മളെല്ലാം വേദനിച്ചു. പക്ഷെ ഈ വേദനയോടൊപ്പം ചേർന്ന 4 ചെറുപ്പക്കാരുണ്ടായിരുന്നു, 4 കുട്ടികൾ. അവർ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരായിരുന്നു. കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഈ 4 കുട്ടികൾക്ക് വേദനിക്കുക മാത്രമല്ല ചെയ്തത്, ഇനി ഇങ്ങനെ മാൻഹോളിലേക്ക് കയറി അല്ലെങ്കിൽ വീണ് മരണം ഒഴിവാക്കാൻ മാൻഹോൾ വൃത്തിയാക്കാനുള്ള ഒരു പുതിയ കണ്ടെത്തൽ വേണ്ടേ എന്നവരാലോചിച്ചു. ഈ 4 കുട്ടികൾ അവിടെ പഠിക്കും. ഇപ്പം പഠിത്തം മതിയാക്കി. അവർ എല്ലാം 4 ആളും യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരാണ്. അവരാലോചിച്ച് ഒരു പുതിയ മാർഗം മനുഷ്യൻ ഇറങ്ങാണ്ട് തന്നെ എങ്ങനെ മാൻഹോൾ വൃത്തിയാക്കാം അതവർ കണ്ടുപിടിച്ചു. റോബോട്ടിക് സംവിധാനം. ലോകത്തിന്റെ പല ഭാഗത്തും ഓർഡർ കിട്ടി. ആമയർജാൻ ജാൽ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ അഴുക്കുചാലിന്റെ കേന്ദ്രമാണ്. അത് വൃത്തിയാക്കാൻ ഈ റോബോട്ടിനെ ഉപയോഗിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ കിട്ടി. അവർ ഗവൺമെന്റ് സഹായത്തോടുകൂടി വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വിപുലമായ രീതിയിൽ ഇപ്പോൾ ഉൽപ്പാദനം തുടങ്ങി. ഇപ്പോഴും 400 ആൾക്ക് ജോലിയായി. ഒറ്റ ഒന്നിൽ 400 ആൾക്ക് ജോലിയായി. ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ അന്വേഷിച്ച് വരികയാണ് ഇതിൻ്റെ ഒപ്പം ചേരാൻ. ഇത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടി. ഇങ്ങനെയുള്ള 3,50,000 പ്രൊജക്റ്റുകളാണ് കേരളത്തിൽ.